പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിനായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന സ്റ്റേഡിയമായതിനാൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചടങ്ങ് തുടങ്ങിയപ്പോൾ കരിങ്കൊടിയുമേന്തി പത്തനംതിട്ട നഗരസഭ UDF കൌൺസിലർമാർ എത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ UDF കൌൺസിലർമാരെ മർദ്ദിക്കാനായി ഓടിയെത്തി. പോലീസ് ഏറെ ശ്രമപ്പെട്ട് രംഗം ശാന്തമാക്കി. LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രചരണാർത്ഥമാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്നായി UDF കൌൺസിലർമാർ. ഈ വർഷം കടന്നു വന്ന കൌൺസിലിൽ ഒന്നാമത്തെ അജണ്ടയാക്കി ശ്രീ സക്കീർ ഹുസൈൻ മുൻകൈ എടുത്തുകൊണ്ട് വീണ ജോർജും കൂട്ടിയേർന്നുകൊണ്ട് നഗരസഭയുടെ സ്റ്റേഡിയം ഇത് സ്വകാര്യ മേഖലയിലേക്ക് തീരെഴുതി കൊടുത്ത് CPM-ന്റെ അധീനതയിലുള്ള ഊരാളുങ്കൽ സഹകരണ സൊസൈറ്റിക്ക് ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. വലിയ അഴിമതിയാണ്, ലക്ഷങ്ങളുടെ അഴിമതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു ഏജൻസിക്കും കൊടുക്കാതെ CPM നേതൃത്വം നൽകുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇതിന്റെ അധികാരം നൽകിയ വഴി പത്തനംതിട്ട ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. UDF-ന്റെ പ്രതിഷേധത്തിനിടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. UDF-ന്റെ കരിങ്കൊടി തനിക്ക് പൂമാലയാണെന്ന് മന്ത്രി വീണ ജോർജിന്റെ മറുപടി. ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ പേരിലാണ് പ്രതിഷേധമെങ്കിൽ ആ പ്രതിഷേധ മുദ്രാവാക്യവും ആ കരിങ്കൊടിയും പൂമാലയും ഐക്യദാർഢ്യ മുദ്രാവാക്യവുമായിട്ട് കരുതുന്നു. ഡോക്ടർ തോമസ് ഐസക് ജയിച്ചാൽ പത്തനംതിട്ട സ്വർഗമായി മാറുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും വെച്ച് കാച്ചി. എന്റെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നതിൽ മറ്റൊരു ഔദ്യോഗിക ചടങ്ങ്. ഞാൻ ബഹുമാനപ്പെട്ട സഖാവ് തോമസ് ഐസക് നമ്മോടൊപ്പം, ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായി വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് പത്തനംതിട്ട ജില്ല സ്വർഗമായി മാറുമെന്ന കാര്യത്തിൽ സംശയം. കാരണം കേരളത്തെ ഒരു വികസനത്തിന്റെ ഉദിപ്പ് നൽകിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ മറ്റേത് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും കേരളത്തിൽ കൊണ്ടുവന്നുള്ള പ്രത്യേകത ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിനായാലും ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുന്ന കായിക രംഗത്തുള്ള വികസനം തന്നെ നോക്കിയാൽ മതി. ഇതൊക്കെ തന്നെ കൊണ്ടുവരാൻ പ്രാപ്തിയും കൽപ്പുമുള്ള അദ്ദേഹത്തെ ഈ നാട്ടിന് വേണം. അത് ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ നിന്ന് ഞാൻ തുറന്നു പറഞ്ഞു എന്നുള്ളത്. കാരണം ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. അപ്പൊ ആ സമയത്തൊന്നും ഞങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ 3 വർഷമായി നടത്താത്ത സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങ് ഈ സമയത്ത് തന്നെ നടത്തി LDF ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുകയാണെന്നാണ് UDF ആരോപണം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.